അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിഹ്ലത്തും മഅൽ ഖുർആൻ എന്ന പരിശുദ്ധ ഖുർആൻ പഠന പരമ്പരയിലെ പുതിയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൻ നാസ്, മുഅവ്വിദതൈനി എന്ന രണ്ട് കാവൽ ചോദിക്കൽ എന്ന അർത്ഥമാക്കുന്ന സൂറത്തുകളിൽ രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഇവ രണ്ടുമാണ് മുഅവ്വിദതൈനി എന്ന് നാം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജൂതനായ മനുഷ്യൻ സിഹ്ർ ചെയ്തതുമായി ബന്ധപ്പെട്ട ആ പശ്ചാത്തലവും അതോടൊപ്പം ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു ഇഫ്രീത്ത് അങ്ങയോട് കുതന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് കിടക്കാൻ വേണ്ടി വിരിപ്പിലേക്ക് ചെന്നാൽ ആ വിരിപ്പിൽ വെച്ച് ഈ രണ്ട് സൂറത്തുകൾ ഉപയോഗിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ തേടുക എന്നതുമായി ബന്ധപ്പെട്ടതുമാണ് പ്രസ്തുത സൂറത്തുകൾ അവതരിക്കാനുണ്ടായ സാഹചര്യം എന്നും വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മുഅവ്വിദതൈനി എന്ന നാമകരണത്തിൽ അറിയപ്പെടുന്ന ഈ രണ്ട് സൂറത്തുകൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശൈത്വാനിൻ്റെ മുഴുവൻ കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള വലിയ ഒരു രക്ഷാ കവചമാണ് മുഅവ്വിദതൈനി, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിലൂടെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ രക്ഷപ്പെടുത്തുന്നതുമാണ്. സൂറത്തുൻ നാസ് നമുക്ക് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മലിക്കിൻ നാസ്, ഇലാഹിൻ നാസ്, മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, മിനൽ ജിന്നതി വന്നാസ്. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അദീം. സൂറത്തുൻ നാസിലെ ഓരോ ആയത്തിൻ്റെയും ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അല്ലയോ പ്രവാചകരെ, അങ്ങ് മനുഷ്യരുടെ റബ്ബായ രക്ഷിതാവായ അല്ലാഹുവിനോട് കാവൽ തേടുക. മലിക്കിൻ നാസ്, മനുഷ്യവിഭാഗത്തിൻ്റെ രാജാവായ ഭരണകർത്താവായ നിയന്ത്രിക്കുന്നവനായ അല്ലാഹുവിനോട് കാവൽ തേടുക. ഇലാഹിൻ നാസ്, മനുഷ്യവിഭാഗത്തിൻ്റെ ആരാധനയ്ക്ക് അർഹനായിട്ടുള്ള ആ അല്ലാഹുവിനോട് കാവൽ തേടുക. മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, മനുഷ്യർ അല്ലാഹുവിനെ സംബന്ധിച്ച് സ്മരണയിൽ അല്ലാത്ത അവസരത്തിൽ ദുർബോധനം നടത്തുകയും ദുഷിച്ച ചിന്താഗതികൾ നൽകുകയും അവർ അല്ലാഹുവിനെ സ്മരിക്കുന്ന സാഹചര്യമായാൽ അവിടെ നിന്ന് പിന്തിരിഞ്ഞോടുകയും ചെയ്യുന്ന ആ ശൈത്താനിൻ്റെ ഷർറിൽ നിന്ന് അല്ലാഹുവിനോട് അങ്ങ് കാവൽ തേടുക. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, അവൻ മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനം, ദുഷിച്ച ചിന്താഗതി നടത്തുന്നവനാണ്. ആ രൂപത്തിലുള്ള അത്തരക്കാരായ ഷൈത്താനിൻ്റെ ഷർറിൽ നിന്ന് അങ്ങ് അല്ലാഹുവിനോട് കാവൽ തേടുക. മിനൽ ജിന്നതി വന്നാസ്, മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനം ജിന്ന് വിഭാഗത്തിൽ നിന്നും മനുഷ്യവിഭാഗത്തിൽ നിന്നും ഉള്ള അത്തരക്കാരുടെ ഷർറുകളിൽ നിന്ന് അങ്ങ് അല്ലാഹുവിനോട് കാവൽ തേടുക. നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യ വിഭാഗത്തിൽ നിന്നും മനുഷ്യനെ ദുർമാർഗത്തിലേക്ക്, ദുഷിച്ച ചിന്താഗതിയിലേക്ക് എത്തിക്കുന്ന വിഭാഗങ്ങളുണ്ട്. ജിന്ന് വിഭാഗത്തിൽപ്പെട്ട അത്തരക്കാരുമുണ്ട്. അവരെല്ലാവരിൽ നിന്നും അങ്ങ് അല്ലാഹുവിനോട് കാവൽ തേടുക. ശൈത്വാൻ മനുഷ്യവിഭാഗത്തെ ദുർബോധനത്തിലേക്ക് എത്തിക്കുക എന്നത് തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ശൈത്വാൻ മനുഷ്യരിൽ പ്രവേശിക്കുന്നത് രക്തം സഞ്ചരിക്കുന്ന മുഴുവൻ ഭാഗത്തിലൂടെയുമാണ്. രക്തം സഞ്ചരിക്കുന്ന മുഴുവൻ ഭാഗത്തിലൂടെയും ശൈത്താൻ മനുഷ്യനെ പിശാചിൻ്റെ വഴിയിലേക്ക്
ദുർബോധനം നൽകി നയിക്കുന്നു. ശൈത്താനിൻ്റെ പ്രവേശനം ആ രൂപത്തിലാണുള്ളത്. അത്രയും ശ്രദ്ധിക്കേണ്ട വലിയ ഒരു വിപത്താണ് ശൈത്താനിൻ്റെ ദുർബോധനം. ആ ദുർബോധനത്തിൽ നിന്നും കാവൽ തേടൽ വളരെ അത്യാവശ്യവുമാണ്. ഇനി സൂറത്തുൻ നാസിലെ തജ്വീദിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഹുക്മുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുൽ, ഒന്നാമത്തെ അക്ഷരം ഖാഫാണ്. ഖാഫ് നമുക്കറിയാം, ഖാഫ് കാഫായി മാറുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിൻ്റെ മഖ്റജ് സൂക്ഷിക്കുകയും വേണം. നാവിൻ്റെ അങ്ങേയറ്റവും നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കും, ഇതാണ് ഖാഫിൻ്റെ മഖ്റജ്. തൊട്ട് താഴെയാണ് കാഫിൻ്റെ മഖ്റജ് വരുന്നത്. തൊട്ടടുത്ത അക്ഷരം ലാമിന് സുക്കൂനായിട്ടാണുള്ളത്, ഖുൽ. ഈ ലാമിന് സുക്കൂനായി വരുന്ന സമയം തൊട്ടടുത്ത അക്ഷരം ഹംസ ആയതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ ഖുല്ലഊദു ഖുല്ലഊദു ഇങ്ങനെ ലാമിലേക്ക് ഷദ്ദ് കൊടുത്തുകൊണ്ട് ഹംസ് നഷ്ടപ്പെട്ട രൂപത്തിൽ ഓതുന്ന ഒരു പ്രവണത, അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഖുൽ അഊദു ഖുൽ അഊദു ഹംസ് വരുന്ന സമയത്തൊക്കെ അതിൻ്റെ മുന്നേ സുക്കൂനായി വരുന്ന സമയം, ഇവിടെ ലാമിൽ സുക്കൂനാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ഹംസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അക്ഷരം ആ സുക്കൂനായ അക്ഷരത്തിന് ഷദ്ദുള്ളത് പോലെ കേൾക്കും. ഖുൽ അഊദു എന്നതുപോലെ കേൾക്കാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അഊദു, ഇവിടെ ഐൻ ഹംസ ആയി മാറുന്നതും അഊദു എന്ന്, അതുപോലെ ഔദു ഇങ്ങനെയൊക്കെ ആയി പോകുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഔദു ഇങ്ങനെ ഐനാണ് കേൾക്കേണ്ടത്. ഐൻ പുറപ്പെടുന്നത് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ്. തൊട്ടടുത്ത അക്ഷരം ദാലാണ്. ദാലായി പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ആയി വരുന്ന അവസരത്തിൽ വലിയ രൂപത്തിലുള്ള അർത്ഥവ്യത്യാസം അവിടെ സംഭവിക്കാനിടയുണ്ട്. അതെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബി റബ്ബിൻ നാസ്. റാഇൻ ഫത്ഹായതുകൊണ്ട് തന്നെ നാം തഫ്ഹീമാക്കിയാണ് ഉച്ചരിക്കുന്നത്. റബ്ബി റബ്ബി. ബാഇന് ഷദ്ദുണ്ട് ഇവിടെ. റബ്ബി എന്നിങ്ങനെ ശബ്ദം ഉണ്ടാക്കി റബ്ബി എന്നിങ്ങനെ ശബ്ദം കനപ്പിച്ചുകൊണ്ട് പറയേണ്ടതില്ല. സാധാരണഗതിയിൽ ഒരു ബ എന്ന അക്ഷരത്തിന് ഷദ്ദ് കൊടുക്കുമ്പോഴുള്ള ഒരു കട്ടി, പ്രത്യേക ശബ്ദം കനപ്പിച്ച് പറയേണ്ട ആവശ്യമൊന്നും ബാഇനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഖുൽ അഊദു ബിറബ്ബി ബിറബ്ബി ഇങ്ങനെ കേൾക്കേണ്ടതുള്ളൂ. ബിറബ്ബിൻ നാസ് ഷദ്ദുള്ള നൂനാണ് തൊട്ടടുത്ത് വരുന്നത്. നമുക്കറിയാം, എപ്പോഴും മണിക്കണം. അവസാനം മദ്ദക്ഷരമായ അലിഫുണ്ട്. അലിഫിന് ശേഷം സീന് സുക്കൂൻ ആയതുകൊണ്ട് നമുക്കറിയാം മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ പുതുതായി വന്നാൽ, ഇവിടെ വഖഫ് ചെയ്യാൻ വേണ്ടിയാണല്ലോ പുതുതായി വന്നത്, റബ്ബിൻ നാസ് എന്ന് മദ് ആരിദാണ്. 3 അലിഫിൻ്റെ ഖദർ നീട്ടലാണ് ഉത്തമം. മലിക്കിൻ നാസ്. ഇവിടെ കേട്ടുവരാറുള്ള ഒരു പിഴവാണ് മലിക്കിൻ നാസ് എന്ന് കാഫിന് ഷദ്ദ് കൊടുത്തുകൊണ്ട്. നാം മനസ്സിലാക്കേണ്ടത് മലിക്കി എന്നേ ഉള്ളൂ, മലിക്കി എന്ന് ഷദ്ദില്ല. അപ്പോൾ പാരായണം ചെയ്യേണ്ടത് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. ഇവിടെ തുടക്കത്തിൽ ഹംസാണുള്ളത്. ഈ എന്ന് തന്നെ വ്യക്തമായിട്ട് പറയുക. ഇലാഹി ഇലാഹി. ഹാഇനെ നമുക്കറിയാം, കേൾക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന വിധത്തിൽ ഇലാഹി എന്ന് അങ്ങനെയൊന്നും ഉച്ചരിക്കാൻ പാടില്ല. ഇലാഹി ഇങ്ങനെ സാധാരണഗതിയിൽ ഉച്ചരിക്കുമ്പോൾ കാറ്റോട് കൂടെ പുറപ്പെടുന്ന ഒരു അക്ഷരമാണ് ഹാ. അങ്ങനെ തന്നെ അത് കേൾക്കേണ്ടതുള്ളൂ. അന്നാസ് ഷദ്ദുള്ള നൂനാണ്, നമ്മൾ പറഞ്ഞു, എപ്പോഴും മണിക്കേണ്ടതുണ്ട്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. മിൻ ശർരി. മീം കഴിഞ്ഞാൽ നൂൻ ഉച്ചരിക്കുന്നതിന് പകരം ഷീനിൻ്റെ മഖ്റജുമായി അടുത്ത് നിൽക്കുകയും അതോടൊപ്പം നൂനിൻ്റെ ആ മണിക്കുന്ന ശബ്ദം കേൾക്കുകയും ചെയ്യുക, മറച്ചു മണിക്കുക. മിൻ ശർരി അൽ വസ്വാസിൽ ഖന്നാസ്. വസ്വാസ് വസ്വാസ്. വാവ് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് പാരായണം ചെയ്യുമ്പോഴൊക്കെ, സ്പീഡിലൊക്കെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം കൂടെയാണ്. വാവ് നഷ്ടപ്പെട്ടു പോകാൻ ഇടയുള്ള ഒരു ഭാഗമാണത്. അൽ ഖന്നാസ്. ഖൻ്റെ മഖ്റജ് നമുക്കറിയാം, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. ഖ. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. ഇവിടെ അല്ലദീ ഖുർആനിൽ ആ എന്ന് എഴുതിയതായിട്ട് കാണാൻ സാധിക്കൂല.
അത് വസുലിൻ്റെ ഹംസ ആയതുകൊണ്ടാണ്, ചേർത്ത് ഉച്ചരിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ഹംസാണത്. നാം അവിടുന്ന് അങ്ങോട്ട് ഓതുകയാണെങ്കിൽ അല്ലദി ആ എന്ന് തന്നെ പറയണം. തൊട്ട് മുന്നേയുള്ള ആയത്തുമായി ചേർത്ത് ഓതുകയാണെങ്കിൽ മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസില്ലദി അൽ ഖന്നാസില്ലദി, അപ്പോൾ ആ പോയി, അല്ലദിയിലെ ആ പോയി. ഇതാണ് വസുലിൻ്റെ ഹംസ. നാം ഇവിടെ നിന്ന് ഓതുകയാണെങ്കിൽ അല്ലദി യുവസ്വിസ്, അല്ലദി എന്നായി പോകുന്നതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലദി എന്ന് ദാലാണുള്ളത്. ദാലിൻ്റെ മഖ്റജ് നമുക്കറിയാമല്ലോ, മേലെ മുൻപല്ലിൻ്റെ താഴെയറ്റവും നാവിൻ്റെ തലയും. അല്ലദി യുവസ്വിസു. ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് യുവസ്വിസു. വാവ് നഷ്ടപ്പെട്ടു പോകാൻ ഇടയുള്ള ഒരു ഭാഗമാണിത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫീ സുദൂരിന്നാസ്, ഫീ സുദൂരി, ഇവിടെ സ്വാദിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം റായിന് കസ്റായിട്ടാണ് വന്നിട്ടുള്ളത്, സുദൂരി. ഇവിടെ റായിന് കസ്റായതുകൊണ്ട് തന്നെ തർക്കീക്കാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. സുദൂറി എന്ന് പറയാൻ പാടില്ല, സുദൂരി. റായിനെ തർക്കീക്കാക്കുന്ന സമയത്തും മഖ്റജിൽ മാറ്റമില്ല എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മലയാളത്തിൽ കേൾക്കുന്നത് പോലെയുള്ള ര രി എന്ന അക്ഷരമല്ല, റാ എന്ന മഖ്റജ് തന്നെയാണ് രി എന്നുച്ചരിക്കുമ്പോഴും. മഖ്റജിൽ അല്പം ബലഹീനമായിട്ടാണ് പുറപ്പെടുക എന്നത് മാത്രം. റാ എന്ന് പറയുമ്പോഴുള്ള അത്ര ഒരു ശക്തി ഉണ്ടാവില്ല രി എന്ന് പറയുമ്പോൾ. മഖ്റജിൽ മാറ്റങ്ങളൊന്നുമില്ല. അന്നാസ് നാം പറഞ്ഞു, ഷദ്ദുള്ള നൂനാണ്, മണിക്കേണ്ടതുണ്ട്. വഖഫിന് വേണ്ടി അവസാനം സീനിൽ സുക്കൂനായതുകൊണ്ട് തന്നെ മദ് ആരിദും ഇവിടെയും ബാധകമാണ്. മിനൽ ജിന്നതി വന്നാസ്, മിനൽ ജിന്നതി, ഇവിടെ ജീം ഉച്ചരിക്കേണ്ടത് മിനൽ ജിന്നതി. ഇവിടെ ജീം ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീമിൻ്റെ മഖ്റജ് നാവിൻ്റെ മധ്യഭാഗവും മേലെ അണ്ണാക്കുമാണ്. മിനൽ ജി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണിത്. മിനൽ എന്ന ലാമിൻ്റെ മഖ്റജ് വരുന്നത് നാവിൻ്റെ തലഭാഗത്ത് നിന്നാണ്. എന്നാൽ തൊട്ടടുത്ത് വരുന്ന ജീമ് മധ്യഭാഗത്തു നിന്നായതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാതെ പറഞ്ഞാൽ ഒരു പക്ഷേ നാവിൻ്റെ തലഭാഗത്തു നിന്ന് തന്നെ ജീമ് പുറപ്പെടുന്നൊരു സാഹചര്യം വരും. മലയാളത്തിലൊക്കെ നാം പറയുന്ന ജ ജി പോലത്തെ. നമുക്ക് വേണ്ടത് ജ ജി എന്ന നാവിൻ്റെ മധ്യഭാഗത്തു നിന്ന് പുറപ്പെടുന്ന ജീമാണ്. മിനൽ ജിന്നത്തി. തൊട്ടടുത്ത് ഷദ്ദുള്ള നൂനുണ്ട്, എപ്പോഴും മണിക്കേണ്ടതുണ്ട്. വന്നാസ് നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷദ്ദുള്ള നൂനിനെ മണിക്കുകയും മദ് ആരിദ് അവസാനം വരുന്നുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ പുതുതായി വരുന്ന അവസ്ഥ. നാസ് എന്ന ഭാഗം 3 അലിഫിൻ്റെ ഖദർ വരെ നീട്ടുന്നതാണ് നല്ലത്. ഇനി നമുക്ക് നാം ഇതുവരെ പറഞ്ഞു വച്ച ചില ഹുക്കുമുകൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന രൂപത്തിൽ ഒന്ന് ചർച്ച ചെയ്യാം. സുക്കൂനായ നൂന്, അതായത് തൻവീനും സുക്കൂനായ നൂനും, ഇവ രണ്ടിൻ്റെയും ശേഷം വരുന്ന അക്ഷരങ്ങളെ പരിഗണിച്ചുകൊണ്ട് 5 ഹുക്കുമുകൾ നാം പഠിച്ചു കഴിഞ്ഞതാണ്. അവ ഏതെല്ലാമാണ് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. 1 ഇദ്ഹാർ. നമുക്കെല്ലാവർക്കും അറിയാം, സുക്കൂനായ നൂനിന് ശേഷം ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണുള്ളതെങ്കിൽ സുക്കൂനായ നൂനിനെ ഇദ്ഹാർ ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. വെളിവാക്കി വ്യക്തമാക്കി മണിക്കാതെയാണ് ഉച്ചരിക്കേണ്ടത്. അക്ഷരങ്ങൾ ഹംസ്, ഹ, ഐൻ, ഹ, ഗൈൻ, ഹ, ഇത്രയും അക്ഷരങ്ങൾ നൂനിന് ശേഷം സംഭവിച്ചാലുള്ള ഹുക്കുമാണ് ഇദ്ഹാർ. അടുത്ത ഹുക്കുമ് ഇദ്ഗാമുൻ ബി ഗുന്ന. സുക്കൂനായ നൂനിന് ശേഷം നൗമി എന്ന പദത്തിലെ ഏതെങ്കിലും അക്ഷരങ്ങളാണ് ചേർന്ന് വരുന്നതെങ്കിൽ സുക്കൂനായ നൂനിനെ തൊട്ടടുത്ത ആ വന്ന അക്ഷരവുമായി ചേർക്കുകയും മണിക്കുകയും ചെയ്യുക. ഇങ്ങനെ ഈ അക്ഷരങ്ങൾ ഉണ്ടായ കാരണത്താൽ നൂനിനെ അവകളിലേക്ക് ചേർക്കുകയും മണിക്കുകയും ചെയ്യുന്ന ആ അവസ്ഥക്കാണ് ഇദ്ഗാമുൻ ബി ഗുന്ന എന്ന് പറയുന്നത്. അടുത്തത് ഇദ്ഗാമുൻ ബി ലാ ഗുന്ന. അതായത് സുക്കൂനായ നൂനിന് ശേഷം ലാമ്, റാ ഇവ രണ്ടിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരം വന്നാൽ നാം സുക്കൂനായ നൂനിനെ അവയിലേക്ക് ചേർക്കുക, മണിക്കാതെയാണ് ഉച്ചരിക്കുക. ഇദ്ഗാമുൻ ബി ലാ ഗുന്ന. അടുത്തത് ഇഖ്ലാബ്. നാം സുക്കൂനായ നൂന് എന്ന് മാത്രം പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുക്കൂനായ നൂൻ, തൻവീൻ ഇവ രണ്ടിൻ്റെയും ഹുക്കുമുകളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുക്കൂനായ നൂനും തൻവീനും എന്നാൽ രണ്ടും സുക്കൂനായ നൂനാണ് എന്ന് നാം മുന്നേ പറഞ്ഞു വച്ചിരുന്നു. ആ ക്രമത്തിലാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുക്കൂനായ നൂനിന് ശേഷം ബാ വരികയാണെങ്കിൽ സുക്കൂനായ നൂനിനെ മീമാക്കി മറിക്കുകയും നൂനിന് സ്ഥാനത്ത് നാം മീം ഉച്ചരിക്കും. പിന്നീട് അല്പം മണിക്കുകയും ചെയ്യും.
ഇങ്ങനെ ചെയ്യുന്നതിനുള്ള പേരാണ് ഇഖ്ലാബ്, മറിച്ചു മണിക്കുക. നൂനിനെ മീമാക്കി മറിക്കുകയും മണിക്കുകയും ചെയ്യുക. മിൻ ബഅദ് നാം പറഞ്ഞു, നൂനിന് ശേഷം ബ ആയതുകൊണ്ട് നൂനിനെ മീമാക്കും. അപ്പോൾ മിൻ എന്നതിന് പകരം മിം എന്ന് പറയുകയും അല്പം മണിക്കുകയും ചെയ്യുക. ഇവിടെ മണിക്കുന്ന സമയം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യഥാർത്ഥ ഒരു മീമുച്ചരിച്ച് ആ മീമിനെ ബായിലേക്ക് ചേർത്തിക്കൊണ്ട് മണിക്കുന്ന സമയം ഒരു പക്ഷേ ഏതെങ്കിലും അക്ഷരത്തിന് ശ്രദ്ധ വരുന്ന രൂപത്തിലുള്ള മണിക്കലൊക്കെ ഉണ്ടാവുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മിൻ ബഅദ്, മിൻ ബഅദ് നാം ഓതേണ്ടത് മിൻ ബഅദ്, മിൻ ബഅദ് ഇങ്ങനെയാണ് ഓതേണ്ടത്. അക്ഷരത്തിന് ശബ്ദമൊന്നും വരാതെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത ഹുക്മ് ഇഖ്ഫാ. ഇഖ്ഫാ എന്നാൽ സുക്കൂനായ നൂനിന് ശേഷം നാം ഇതുവരെ പറഞ്ഞ അക്ഷരങ്ങളുണ്ട്. ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണെങ്കിൽ ഇദ്ഹാർ എന്ന് പറഞ്ഞു. അതുപോലെ നൗമി എന്നതിൽ അക്ഷരങ്ങളാണെങ്കിൽ ഇദ്ഗാമുൻ ബി ഗുന്നഹ് എന്ന് പറഞ്ഞു. ലാമ് റാ ആണെങ്കിൽ ഇദ്ഗാമുൻ ബി ലാ ഗുന്നഹ് എന്ന് പറഞ്ഞു. ബാ വന്നാൽ ഇഖ്ലാബാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഈ അക്ഷരങ്ങൾ കഴിച്ച് അതോടൊപ്പം ലയ്യിനായ അലിഫ്, മദ്ദിയായ അലിഫ് അതും നാം ഇതിൽ ഉൾപ്പെടുത്തി അങ്ങനെ 14 അക്ഷരങ്ങൾ കഴിച്ച് ബാക്കിയുള്ള അക്ഷരങ്ങൾ ചേർന്ന് വരികയാണെങ്കിൽ നാം ഈ പറഞ്ഞ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ, അതുപോലെ നൗമി എന്ന അക്ഷരങ്ങൾ, ലാമ് റാ ബാ അലിഫ് ഈ അക്ഷരങ്ങൾ കഴിച്ച് ബാക്കിയുള്ള അക്ഷരങ്ങളാണ് സുക്കൂനായ നൂനിന് ശേഷം വരുന്നതെങ്കിൽ നാം സുക്കൂനായ നൂനിനെ മറച്ചു മണിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഇഖ്ഫാ. ഇങ്ങനെ 5 ഹുക്മുകളാണ് നാം പഠിച്ചത്. ഇവ 5ഉം മനസ്സിലാക്കുന്നതിൽ വളരെ ശ്രദ്ധ പുലർത്തുകയും എന്നാൽ മാത്രമാണ് ഖുർആനിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ അതിനെ നമുക്ക് പാരായണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റിഹ്ലത്തും മഅൽ ഖുർആൻ എന്ന പരിശുദ്ധ ഖുർആൻ പഠന പരമ്പരയിലെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. സുപ്രഭാതം വെളിച്ചം യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ പഠന പരമ്പരയിൽ നിങ്ങളും പങ്കാളികളാവുകയും പരിശുദ്ധ ഖുർആനിനെ യഥാർത്ഥ രൂപത്തിൽ പാരായണം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.